ഒരാഴ്ച കഴിഞ്ഞിട്ടും മണയ്ക്കാൻ കഴിയാതെ ലോസ് ഏഞ്ചൽസിലെ കാട്ടുതീ. അമേരിക്കയുടെ പോക്ക് എങ്ങോട്ട്? അമേരിക്കയുടെ വിനാശമോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്? ലോസ് ഏഞ്ചൽസിലെ ജനങ്ങൾ കുറച്ച് ദിവസങ്ങളായി നൂറ്റാണ്ടിലെ തന്നെ വലിയ കാട്ടുതീ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. US ലോസ് ഏഞ്ചൽസിൽ പറന്നുകൊണ്ടിരിക്കുന്ന കാട്ടുതീ വരും ദിവസങ്ങളിൽ കൂടുതൽ വ്യാപിച്ച് സ്ഥിതി കൂടുതൽ വഷളാകും. ഇത് സംബന്ധിച്ച മുന്നറിയിപ്പ് കാലാവസ്ഥാ വകുപ്പ് നൽകിയിരിക്കുകയാണ്. സാന്റ ആന എന്ന വരണ്ട കാറ്റ് വീണ്ടും ശക്തി പ്രാപിക്കും. അത് തീ വേഗത്തിൽ പടരുന്നതിന് കാരണമാകുമെന്നാണ് ലോസ് ഏഞ്ചൽസ് കാലാവസ്ഥാ സർവീസിൻ്റെ മുന്നറിയിപ്പ്. വരണ്ട കാറ്റ് ശക്തി പ്രാപിക്കുന്നു എന്നാണ് മുന്നറിയിപ്പ്. എങ്ങും ഭീതിജനകമായ കാഴ്ചകൾ എന്നാണ് അധികൃതർ പറയുന്നത്. കാറ്റ് മണിക്കൂറിൽ 70 കിലോമീറ്റർ വീശാനും ചിലപ്പോഴൊക്കെ മണിക്കൂറിൽ 120 കിലോമീറ്റർ വേഗതയിൽ വരെ കാറ്റ് വീശിയടിക്കാനും സാധ്യതകളുണ്ടെന്നാണ് മുന്നറിയിപ്പ്. സംഭവത്തെ തുടർന്ന് തീ നിയന്ത്രിക്കാൻ അധികൃതർ ഇപ്പോഴും പരമാവധി ശ്രമിക്കുകയാണ്. അപകട മേഖലകളിൽ നിന്നും സ്ത്രീകൾ, കുട്ടികൾ ഉൾപ്പെടെയുള്ളവരെ വളരെ വേഗത്തിലാണ് ഒഴിപ്പിക്കുന്നത്. ഭൂമി അവസാനിക്കും വിധമുള്ള കാലാവസ്ഥയാണ് ഇപ്പോൾ ലോസ് ഏഞ്ചൽസിലെ കാലിഫോർണിയയിൽ നടക്കുന്നത്. ഇതിനിടെ ചിലരുടെ മനുഷ്യത്വരഹിതമായ പ്രവൃത്തികളും ഈ ദുരിതത്തിലെ മറ്റൊരു കാഴ്ചയാണ്. കാട്ടുതീ പരക്കുന്നതിനിടെ പ്രാണരക്ഷാർത്ഥം എല്ലാവരും ജീവൻ നിലനിർത്താൻ ഓടി രക്ഷപ്പെടുമ്പോൾ ചിലർ അവിടെ ഒഴിഞ്ഞുകിടക്കുന്ന മാളുകളെ ലക്ഷ്യമാക്കി കൊള്ള നടത്തുകയാണ്. വളരെ വേദനാ കാഴ്ചകളാണ് ഇതൊക്കെ. കാരണം ഇപ്പോൾ ഒരു അതിജീവന ഘട്ടത്തിലൂടെയാണ് അവർ പോകുന്നത്. അപ്പോൾ ആ സമയത്തും കൊള്ളയടികൾ വെച്ചു പുലർത്തുന്നത് നല്ല പ്രവൃത്തിയല്ല. കൂടുതലും യുവതലമുറകളാണ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത്. അവർ ശൂന്യമായി കിടക്കുന്ന മാളുകൾ കേന്ദ്രീകരിച്ചാണ് റോബറി നടത്തുന്നത്. സംഭവത്തിന് പിന്നാലെ പ്രതികളെ പോലീസ് പിടികൂടുകയും ചെയ്തിട്ടുണ്ട്. ചൊവ്വാഴ്ച മുതൽ പടരുന്ന കാട്ടുതീയിൽ ഇതുവരെ മരിച്ചവരുടെ എണ്ണം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. യഥാർത്ഥ മരണസംഖ്യ ഇനിയും വെളിവായിട്ടില്ല. അഗ്നിരക്ഷാ സേനാംഗങ്ങൾ ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകൾക്ക് പൊള്ളലേറ്റിട്ടുണ്ട്. കെന്നത്ത്, ഈറ്റൻ എന്നീ കാട്ടുതീകളിൽ വീടുകൾ ഉൾപ്പെടെ 12,000-ലധികം നിർമ്മിതികൾ ഭാഗികമായോ പൂർണ്ണമായോ കത്തിനശിച്ചതായാണ് ഔദ്യോഗിക വൃത്തങ്ങൾ പറയുന്നത്. ചൊവ്വാഴ്ച ഏറ്റവും അപകടം നിറഞ്ഞ ദിവസമെന്നാണ് കാലാവസ്ഥാ മുന്നറിയിപ്പ്. 7 അമേരിക്കൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള അഗ്നിരക്ഷാ സേനാംഗങ്ങളാണ് കാട്ടുതീ നിയന്ത്രണ വിധേയമാക്കാൻ പരിശ്രമം നടത്തുന്നത്. ഇതിനോടൊപ്പം കാനഡയിൽ നിന്നും മെക്സിക്കോയിൽ നിന്നുമുള്ള അഗ്നിരക്ഷാ സേനാംഗങ്ങളും കാട്ടുതീ അണയ്ക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് അമേരിക്കയുടെ കൂടെയുണ്ട്. വീശിയടിച്ച കാറ്റിൽ രൂപം കൊണ്ട അഗ്നി ടൊർണാഡോ നിയന്ത്രണ വിധേയമാകാതെ ലോസ് ഏഞ്ചൽസിലെ കാട്ടുതീ. അതേപോലെ ഹെലികോപ്റ്റർ അടക്കമുള്ളവ ഉപയോഗിച്ചാണ് നിലവിൽ കാട്ടുതീ അണയ്ക്കുവാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുന്നത്. പസഫിക് സമുദ്രത്തിൽ നിന്നുമാണ് ജലം എത്തിക്കുന്നത്. ബ്രൻറ്റ്വിക്, ലോസ് ഏഞ്ചൽസിലെ മറ്റ് ജനവാസ മേഖലയിലേക്കും കാട്ടുതീ പടരുന്നത് അതീവ ആശങ്കയോടെയാണ് അധികൃതർ നിരീക്ഷിക്കുന്നത്. ലോസ് ഏഞ്ചൽസിലെ സ്കൂളുകൾ ഇതിനിടെ തിങ്കളാഴ്ച തുറക്കുമെന്നും അധികൃതർ അറിയിച്ചു. കാട്ടുതീ ബാധിച്ച മേഖലയിലെ 7 സ്കൂളുകൾക്കു മാത്രമാണ് നിലവിൽ അവധിയുള്ളത്. മേഖലയിലെ നഷ്ടം $150 ബില്യൺ എന്നാണ് പ്രാഥമിക സൂചനകൾ. പാലിസാഡസ് നടന്ന തീപിടുത്തത്തിൽ ഇതുവരെ 23,713 ഏക്കർ കത്തിനശിച്ചു. ഈറ്റൻ തീപിടുത്തം 14,117 ഏക്കർ കത്തിക്കഴിഞ്ഞു. വരണ്ട കാറ്റിന് ഇപ്പോൾ ശമനമുണ്ടെങ്കിൽ